നമസ്തേ. വീടും അതുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥലങ്ങളുടെയും അല്ലെങ്കിൽ വസ്തുക്കളുടെയും ശുഭാശുഭ ചിന്തനം നടത്തുന്നതാണ് വാസ്തുശാസ്ത്ര രീതി. വീടിന്റെ സ്ഥാനം, മുറികൾ, വസ്തുക്കളുടെ സ്ഥാനം, പുറത്തേക്കും അകത്തേക്കുമുള്ള മുറികൾ, ഈശ്വര ആരാധനയ്ക്കായുള്ള പൂജാമുറി, മൃഗങ്ങൾ, പക്ഷികൾ, വാഹനങ്ങളുടെ സ്ഥാനം തുടങ്ങി ഒരു മനുഷ്യൻ വീടുമായി ബന്ധപ്പെടുന്ന എന്തിലും വാസ്തുപ്രകാരം കൃത്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് നമ്മൾ വിശ്വസിച്ചു പോരുന്നത്. നാം എല്ലാവരും വീടുകളിൽ പക്ഷിമൃഗാദികളെ വളർത്തുന്നവരാണ്. അങ്ങനെയല്ലാതെ ചിലപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ പക്ഷിമൃഗാദികൾ സ്വന്തം ഇഷ്ടപ്രകാരം എത്തിയാൽ അത് നല്ലതാണോ എന്ന് നമുക്ക് ഇന്ന് പരിശോധിക്കാം. പല പല വസ്തുതകൾ ഇതിനു പിന്നിലുണ്ട്. വാസ്തു വിദഗ്ധർ അക്കാര്യങ്ങളിൽ ലക്ഷണമനുസരിച്ച് ചില സൂചനകൾ നൽകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എപ്പോഴും കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് കാക്ക. വീടിനടുത്ത് മരക്കൊമ്പുകളിലൊക്കെ വന്നിരുന്ന് കാക്ക കരയുകയും അതുപോലെ തന്നെ കൂടുവെക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. എന്നാൽ വളരെ അപൂർവമായി നമ്മുടെ മനുഷ്യർ താമസിക്കുന്ന വീടിൻ്റെ ഉള്ളിലേക്ക് ഈ കാക്ക കടന്നു വരാറുണ്ട്. അത്തരത്തിൽ വന്നാൽ ഫലം എന്ത് എന്ന് വാസ്തു ആചാര്യൻ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. കാക്ക നമ്മളുടെ വീട്ടിലെ ധാന്യങ്ങളോ ആഹാര സാധനമോ കൊത്തി പുറത്തേക്ക് പറന്നു പോയാൽ അത് ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അതേസമയം കാക്ക എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന മാംസ കഷ്ണമോ അല്ലെങ്കിൽ ഏതെങ്കിലും മധുര പലഹാരമോ ഒക്കെ വീട്ടിലിട്ടാൽ അത് ഭാഗ്യം വരും എന്നാണ് വിശ്വസിച്ച് പോരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ പക്ഷിയായ മയിലുമായും ബന്ധപ്പെട്ടും അത്തരത്തിലൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. മയിലുകൾ ഭഗവാൻ മുരുകന്റെ വാഹനം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മയിലുകൾ വീട്ടിലെത്തിയാൽ ശത്രുനാശവും സമ്പത്ത് കൈവരാൻ അവസരവും ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മയിൽപീലി വീട്ടിൽ സ്വീകരണ മുറിയിൽ വച്ചാൽ ക്ഷുദ്രജീവി ആക്രമണം ഉണ്ടാകില്ല എന്നും വിശ്വസിച്ചു പോരുന്നുണ്ട്. അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ പ്രശ്നങ്ങളില്ലാതാകാനും സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. മംഗളകാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോൾ മയിലിനെ കാണുക അവ വിജയിക്കാൻ കാരണമാകും എന്ന് കരുതപ്പെടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാക്കയും മയിലും അല്ലെങ്കിൽ മറ്റ് പക്ഷിമൃഗാദികളുമായി ബന്ധപ്പെട്ട് പല പല വസ്തുതകൾ നിലനിൽക്കുന്നുണ്ട്. പല പല ആൾക്കാരും പല പല ആചാര്യന്മാരും പല പല രീതിയിലാണ് പറയുന്നത്. മയിലിനെ നല്ലതായുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ മയിൽ വന്നാൽ ദോഷമാണ് എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗവുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടേറെ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആയിട്ടുള്ള കാര്യങ്ങൾ ഒട്ടേറെയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുമായും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഓരോരോ പക്ഷിമൃഗാദികൾ അത് നമ്മുടെ വീടിന് നല്ലതാണോ ചീത്തയാണോ എന്ന് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതിനായി കാത്തിരിക്കൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.